ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു 3D പ്രിൻ്റർ പരിചയപ്പെടാം. ഇത് ക്രിയാലിറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ N3 എന്ന് പറയുന്ന മോഡലാണ്. നമുക്ക് മോഡലിലെ സ്പെസിഫിക്കേഷൻസ്, ഫങ്ഷൻസ് ആൻഡ് കൺട്രോൾ എല്ലാം പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മെഷീൻ ഓൺ ചെയ്യാം. മെഷീൻ ഓൺ ചെയ്യുമ്പോൾ ഇതേപോലൊരു സ്ക്രീൻ വരുന്നുണ്ട്. ഈ സ്ക്രീനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഈ കാണുന്നത് ഇതിൻ്റെ നോസിൽ ടെമ്പറേച്ചറാണ്. ഇത് കാണിക്കുന്നത് ബെഡ് ടെമ്പറേച്ചർ. ഈ നോബാണ് ഇതിൻ്റെ എല്ലാം കൺട്രോൾ വരുന്നത്. ഈ നോബിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു മെനു വരും. അതിൽ ഈ നോബ് ഇങ്ങനെ നമ്മൾ റൈറ്റിലോട്ട് തിരിച്ചാൽ താഴേക്കും, ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ മുകളിലേക്കും ഇത് നീങ്ങും. ഫസ്റ്റ് നമുക്ക് പ്രിപ്പയർ എന്ന് പറയുന്ന എന്താണെന്ന് നോക്കാം. പ്രിപ്പയറിൽ വരുന്നത് ആക്സിസ്, അതായത് Z, XY, Z ആക്സിസിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇതിൽ കാണുന്നത്. നമുക്ക് മാനുവലി ഇത് മൂവ് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് X ആക്സിസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിൽ X ആക്സിസിൽ മൂവ് 10 mm എന്ന് കൊടുക്കുമ്പോൾ ഇതിൽ ജസ്റ്റ് ഈ നോബൊന്ന് റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ 10 mm, വീണ്ടും റൈറ്റിലേക്ക് ഇപ്പോൾ 20 ആയി. ഇനി നമുക്ക് കൂടുതൽ തിരിക്കുമ്പോൾ അതൊക്കെ 40, 50 തിരിച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒരു ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ബാക്കിലോട്ട് പോകും. ഇതിൽ നമുക്ക് 10 mm മൂവ് ചെയ്യാം, 1 mm മൂവ് ചെയ്യാം, 0.1 mm നമുക്ക് മൂവ് ചെയ്യാം. നമുക്ക് നേരത്തെ 10 mm ആണ്, നമുക്കിതിൽ 1 mm മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ 50 ഉണ്ട്. നമ്മൾ ജസ്റ്റ് നോബ് റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ 51. നേരത്തെ നമ്മൾ 10 mm വെക്കുമ്പോൾ 20, 30 ആയിരുന്നു. ഇപ്പോൾ ഇതിൽ 1 എന്ന് വന്നിട്ടുണ്ട്. ഇതാ നമ്മൾ കൊടുക്കുമ്പോൾ 2, 3, 4, 5, 6, 7, 8. ഓക്കെ, നമുക്ക് ബാക്കിലോട്ട് പോകാം. ഒറ്റ പ്രസ് ബാക്കിലോട്ട് പോകും. ഏറ്റവും മുകളിൽ മൂവ് ആക്സിസിൽ പോയി ക്ലിക്ക് ചെയ്താൽ ബാക്കിലോട്ട് പോകും. ഇതുപോലെ നമുക്ക് Y ചെയ്യാം, Z ചെയ്യാം, എക്സ്ട്രൂഡർ. നമുക്ക് പ്രൊപ്പയറിലോട്ട് പോവാം. ഇത് ഓട്ടോ ഹോമാണ്. ജസ്റ്റ് ഓട്ടോ ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലെ ഈ എക്സ്ട്രൂഡർ ഹോമിലേക്ക് പോകും. ഇതാണ് ഇതിൻ്റെ ഹോം പൊസിഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഹോം പൊസിഷൻ. അവിടെ സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ കാണിക്കുന്നത് ബേസിക്സ് ആണ്. ഇത് നിങ്ങൾ ഒരു പ്രിൻ്റർ ഫസ്റ്റ് നിങ്ങൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ അറിയണം എന്നുള്ളത് മാത്രമാണ് അതിൽ തൽക്കാലം കാണിക്കുന്നത്. ഇത് പ്രീ ഹീറ്റ് PLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇത് ഹീറ്റ് ചെയ്യണം. ഇത് നമ്മൾ പ്രിൻ്റ് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഹീറ്റ് ചെയ്യണം. എന്തിനാണ് ഹീറ്റ് ചെയ്യുന്നത് നമുക്ക് വഴിയെ പറയാം. പ്രീ ഹീറ്റ് PLA എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ബോത്ത് നോസിലും ടെമ്പറേച്ചറും ഒരുമിച്ച് ഹീറ്റാവും. പ്രീ ഹീറ്റ് PLA എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നോസിൽ മാത്രം ഹീറ്റാവും. പ്രീ ഹീറ്റ് ബെഡ് എന്ന് കൊടുത്താൽ ബെഡ് മാത്രം ഹീറ്റാവും. നമുക്ക് ബാക്കിലോട്ട് പോവാം. ഇത് PLA എന്ന് പറയുന്നത് ഈ മെഷീനിൽ പ്രിൻ്ററിൽ PLAയും ABSും മാത്രമാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ കഴിയുക. നേരത്തെ പോലത്തെ PLA പോലെ തന്നെ ABS ബെഡ്. നമുക്കിനി ബാക്കിലോട്ട് പോകാം. ഇത് കൺട്രോളാണ്. ഇതിൽ ടെമ്പറേച്ചർ നമുക്ക് നോസിൽ ടെമ്പറേച്ചർ ഇവിടെ കൊടുക്കാം. എത്ര ഡിഗ്രി വേണമെന്നുണ്ടെങ്കിലും ഇത് 1 ഡിഗ്രിയിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. നമുക്ക് എത്ര ഡിഗ്രി വേണമെങ്കിലും ഇത് കൊടുക്കാം. അതേപോലെ ബെഡ്, ഫാൻ സ്പീഡ് നമുക്ക് കൊടുക്കാം. ഇതൊന്നും നമുക്ക് ബേസിക്സിൽ ഉള്ള കാര്യങ്ങളല്ല. നമുക്ക് ജസ്റ്റ് റണ്ണിങ് ഇതൊക്കെ കേൾക്കാനും മതി. അടുത്തത് നമ്മൾ ഇതിൽ പ്രിൻ്റ് ഫ്രം TF എന്ന് പറഞ്ഞാൽ ഇതിൽ മെമ്മറി കാർഡാണ്. നമ്മൾ ഈ മെമ്മറി കാർഡ് വഴിയാണ് ഇതിലേക്ക് നമ്മൾ STL ഫയൽ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. അത് നമുക്ക് റീഫ്രഷ് ചെയ്യാം. ഇത് ഇപ്പോൾ ഒരു G കോഡ് നമുക്കിതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൽ കാണുന്നത്. നമുക്ക് ഇമെയിലിലോട്ട് പോകാം.
ഇതാണ് നമ്മൾ 3D പ്രിൻറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫിലമെൻറ്റ്. ഇതാണ് ഫിലമെൻറ്റ്. ഇതിൽ 1.75 mm ആണ് ഇതിൻ്റെ നോസിലിൽ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്, ഡയമീറ്റർ ഇതിന് വരുന്നത്. ഈ ഫിലമെൻറ്റ് 195 to 215 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത്. ഇത് വൈറ്റ് ആണ്. ഒത്തിരി കളർ വേരിയൻറ്റിൽ PLA നമുക്ക് കിട്ടും. അത് ഒരുപാട് കളർ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് ഫിലമെൻ്റ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. നമുക്കിതിൽ പ്രിൻ്ററിൽ നമുക്ക് ഓരോ പാർട്സ് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ നോസിലാണ്. ഇതാണ് ഇതിൻ്റെ നോസിൽ വരുന്നത്. ആൻഡ് നമ്മുടെ ബെഡ് ഇതാണ്. ഈ ബെഡിലാണ് നമുക്ക് മോഡൽസ് പ്രിൻറ്റ് ചെയ്ത് കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിലമെൻറ്റ് നമ്മൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിലമെൻറ്റ് നമ്മൾ ഇതുപോലെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ ഒരു മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നത്. നമുക്കിനി ഒരു മോഡൽ പ്രിൻ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒരു കാലിബ്രേഷൻ ക്യൂബ് നമുക്ക് തൽക്കാലം പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിനി ഫിലമെൻ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഫിലമെൻ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഇതിൻ്റെ നോസിൽ ഹീറ്റ് ചെയ്യണം. നോസിൽ ഹീറ്റ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർ എന്ന ഓപ്ഷനിൽ പോയിട്ട് പ്രീ ഹീറ്റ് PLA എന്ന് കൊടുത്ത് നമുക്ക് നോസിൽ തൽക്കാലം നോസിൽ മാത്രം ഹീറ്റായാൽ മതി. അതിന് പ്രീ ഹീറ്റ് PLA എൻഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇപ്പോൾ 31 ആണ്, 200 ഇതിൽ മേലെ കാണാം. ഇപ്പോൾ 31, 33, 35, 36 ഇതിന് 200 വരെ ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ആവും. അപ്പോൾ നമ്മുടെ നോസിലിൻ്റെ എൻഡ് ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിലമെൻറ്റ് നമ്മളിതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മളിതാ ഈ സാധനം നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. പുഷ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതിലേക്ക് ഇത് നീങ്ങി ഇതിലേക്ക് ഒരു ഹോള് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ, പുഷ് ചെയ്യാൻ പറ്റുള്ളൂ, കയറാൻ പറ്റുള്ളൂ. കണ്ടത് ഇത് കറക്റ്റായിട്ട് ആ ഹോളിനുള്ളിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഇത് പുഷ് ചെയ്ത് കൊടുക്കുക. ഈ ഫിലമെൻറ്റ് ഇതിലൂടെ വന്ന് ഇതിലൂടെ ഈ ഹോട്ട് എൻഡിൽ വരും. ഇത്രയും തള്ളി കൊടുക്കും. അപ്പോൾ നമ്മൾ ഫിലമെൻറ്റ് നമ്മളിതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ നോബിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് ഫ്രം TF മെമ്മറി കാർഡിൽ പ്രിൻ്റ് ഫ്രം TF കൊടുത്ത് റീഫ്രഷ് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാലിബ്രേഷൻ ക്യൂബ് വന്നിട്ടുണ്ട്. ആ ക്യൂബ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഹോട്ട് എൻഡ് നമ്മുടെ നോസിൽ എൻഡ് ഓൾറെഡി ഹീറ്റാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബെഡാണ് ഹീറ്റ് ചെയ്യുന്നത്. ബെഡിൻ്റെ ഒരു ഡിഫോൾട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ നോസിൽ കൂടെ ഹീറ്റ് ആവട്ടെ. അപ്പോൾ നമ്മുടെ ബെഡും ഹോട്ട് എൻഡും ഹീറ്റായിട്ടുണ്ട്.
ഇനി പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിൻ്റ്, അതായത് കാലിബ്രേഷൻ ക്യൂബ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? നമ്മുടെ ക്യൂബ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്.